ഹെഡോ അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. അങ്ങനെ നമ്മുടെ പെരുമ്പാവൂരും ഐമാക്സ് PXL പോലുള്ള ഒരു സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റ് നമ്മുടെ പാലക്സി സിനിമാസിന്റെ എപ്പിക് സ്ക്രീനാണ് പെരുമ്പാവൂർ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ ഇത് എവിടെയാണ് വരുന്നതെന്നുള്ള കൺഫർമേഷൻ ഇപ്പോഴും പലരിൽ നിന്നും എനിക്ക് ലഭിച്ചു. പെരുമ്പാവൂരുള്ള ആശീർവാദ് സിനിമാസിലാണ് ഇത് വരാൻ പോകുന്നത്. നിലവിൽ ആശീർവാദിൽ 2 സ്ക്രീനാണ് വരുന്നത്. അത് രണ്ടും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിനോ നടക്കുന്നുണ്ട്. അല്ലെ ഈ ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും നിലവിലുള്ള സ്ക്രീൻ എപ്പിക്കിലോട്ട് കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. പുതിയ സ്ക്രീൻ അവിടെ പണിയുകയാണ് ചെയ്യുന്നത്. ഒഫീഷ്യലി ആശീർവാദിന്റെ ഭാഗത്ത് നിന്നൊരു കൺഫർമേഷൻ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും 2026 ലാസ്റ്റിലോ 2027 മിഡിലൊക്കെ ആശീർവാദ് സിനിമാസിന്റെ കൺഫർമേഷൻ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെരുമ്പാവൂർ പാലക്സി സിനിമാസിന്റെ എപ്പിക് സ്ക്രീൻ ആശീർവാദ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി കളിയൊക്കെ മാറും. അതായത് ഇപ്പോഴും EVM സിനിമാസിൽ 4K ലേസർ പ്രൊജക്ഷനും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. 4 സ്ക്രീൻ ഉണ്ട് EVMന് പെരുമ്പാവൂർ മൊത്തം. 4 സ്ക്രീനും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. എന്നെ ഞെട്ടിച്ചതും അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ കണ്ണുകൊണ്ട് 2 വട്ടം കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. EVMന്റെ ഒരു സിനിമാസിൽ RGB ലേസർ പ്രൊജക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. പൊതുവെ EVMന്റെ തിയേറ്ററെല്ലാം സ്പെക്കിലെല്ലാം ശോകമായിരിക്കും, താഴ്ന്ന സ്പെക്കുകളായിരിക്കും അവർ നൽകാറ്. വേഗം തന്നെ ഒഫീഷ്യലി എപ്പിക് സ്ക്രീനിന്റെ അനൗൺസ്മെന്റ് അങ്ങ് പുറത്തു വിടുക. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, EVMൽ ഒരു സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റ് ഇരുന്നതായിരിക്കും. പിന്നെ ലേസർ പ്രൊജക്ഷൻ കൂടാതെ തന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും EVM അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും 4 സ്ക്രീൻ. ഇതൊക്കെയായിരിക്കും ഈ അനൗൺസ്മെന്റോടുകൂടി EVMൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. അല്ല, പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസില് എപ്പിക് സ്ക്രീൻ എന്നോടുകൂടി ആശീർവാദ് സിനിമാസ് ഈ എപ്പിക് സ്ക്രീനിന്റെ അപ്ഡേഷൻ ഒന്ന് പുറത്തു വിട്ടാൽ മതി, ഈ കളിയൊക്കെ മാറും. അനൗൺസ്മെന്റ് പുറത്തു വന്ന പെരുമ്പാവൂരും പെരുമ്പാവൂരിന്റെ പ്രാന്തപ്രദേശ തിയേറ്ററുകളും എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാതിരിക്കില്ല. അപ്പൊ ആശീർവാദിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ അപ്ഡേഷനും അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുക. പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിൽ വരാൻ പോകുന്ന എപ്പിക് സ്ക്രീനിനെ പറ്റി നിങ്ങൾക്കും എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നത്. വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അത് പ്രയോജനം.